5 മണിയോടെ ഇതാണ് പാട്ടുരായ്ക്കൽ ദേശം അവരുടെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞു. ആ ഫ്ലാഗ് ഓഫ് തെക്കിൻകാട് മൈതാനിയിലേക്ക്, അതോടുകൂടി സ്വരാജ് റൗണ്ടിലേക്ക് പുലിക്കൂട്ടങ്ങൾ എത്തുകയായിരുന്നു. പിന്നീട് ഓരോ ദേശക്കാരും പുലിക്കൂട്ടങ്ങൾ അവരുടെ ആളും ആരവവും ഒക്കെയായി മേളത്തോടോ അകമ്പടിയോടുകൂടി ഇത് ആ റൗണ്ടിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ സ്വരാജ് റൗണ്ടും ആ ചുറ്റുപാടും ആ തെരുവീതിയും ആകെ പുലിക്കൂട്ടങ്ങളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു. 7 പുലിക്കളി സംഘങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അവിടേക്ക് വന്ന് അവരുടെ പ്രകടനം കാഴ്ചവെച്ച് മടങ്ങുകയാണ്. പുലിക്കളി കാണാൻ ജനക്കൂട്ടം, നാട്ടുകൂട്ടം ഇങ്ങനെ എത്തുന്നു. പുലിക്കളി എന്നത് ഒരുപക്ഷെ ജനക്കൂട്ടത്തിൻ്റെ ആഘോഷമാണ്. തൃശ്ശൂർ പൂരം പോലെ തന്നെ പുരുഷാരത്തിൻ്റെ ആഘോഷമാണ് പുലിക്കളിയും. അങ്ങനെ പുരുഷാരത്തെ ആ പൂരനഗരിയിലേക്ക്, സ്വരാജ് റൗണ്ടിലേക്ക് ആകർഷിച്ചുകൊണ്ട് അങ്ങനെ പുലിക്കൂട്ടങ്ങൾ ഓരോന്നോരോന്നായി അവിടെ നിന്ന് വരികയാണ്. സീതാറാമിൽ ദേശവും ശങ്കരൻ കുളങ്ങരയും കാനാട്ടുകരയും ചക്കാമുക്കും പാട്ടുരായ്ക്കലും വിയൂർ ദേശവും വിയൂർ യുവജന സമാജവും അങ്ങനെ 35 മുതൽ 50-55 വരെ പുലികൾ ഓരോ ഗ്രൂപ്പിലും ഉണ്ടാകും. അതിൽ ഓരോന്നും ഓരോ തരത്തിലാണ്. ഇത്തവണത്തെ പ്രത്യേകതയും അത് തന്നെയാണ്. ഓരോ പുലിക്കൂട്ടത്തിനും ഓരോ വ്യത്യസ്തതകളുണ്ട്. നമ്മൾ ഈ കാണുന്ന ദൃശ്യം തന്നെ ഒരു പക്ഷേ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഭാഗമായി നമ്മൾ അന്ന് കേട്ടതാണ്. ഒരു അമ്മയുടെയും കുഞ്ഞിനെയും ഒരു കാട്ടാന സംരക്ഷിച്ചതിന്റെ നമ്മൾ അവരുടെ അനുഭവങ്ങൾ, അവരുടെ കഥകൾ കേട്ടതാണ്. അത് അത്തരം നിശ്ചല ദൃശ്യങ്ങളുമുണ്ട്, സാമൂഹിക വിഷയങ്ങളൊക്കെ അടങ്ങുന്ന നിശ്ചല ദൃശ്യങ്ങളും. നമ്മൾ പറഞ്ഞു വന്നത് ഓരോ പുലിക്കൂട്ടത്തിനോടൊപ്പവും 35 മുതൽ 55 വരെ പുലികൾ ഉണ്ട്. സമകാലിക സാമൂഹിക യാഥാർത്ഥ്യങ്ങളൊക്കെ പറയുന്ന നിശ്ചല ദൃശ്യങ്ങൾ ഉണ്ടാകും. ഓരോ ടീമും കാണികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ്, നിറച്ചാർത്തുകളോടെ കാണികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. അവരുടെ വന്യ താളത്തിൽ ചിലമ്പണിഞ്ഞ് നഗരവീഥികളിൽ അവലങ്ങനെ നൃത്തം വെച്ച് ജനക്കൂട്ടത്തെ ആകർഷിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു വരികയാണ്. 8 അടി ഉയരമുള്ള ഒരു ട്രോഫിക്കും 62,500 രൂപയും ഒന്നാം സ്ഥാനം നേടുന്ന പുലിക്കളി സംഘത്തിന് നൽകുന്നു. അതുപോലെ മേളത്തിന് പ്രത്യേക പുരസ്കാരം, വളരെ അവരുടെ നൃത്തച്ചുവടിന് പ്രത്യേക പുരസ്കാരം, മുഖച്ചാർത്തിനും അവരുടെ ശരീരത്തിലെ ഈ എഴുത്തിനും വരയ്ക്കുമൊക്കെ പ്രത്യേക പുരസ്കാരം. അങ്ങനെ അവർക്ക് ഏറ്റവും നന്നായി, ഏറ്റവും പോപ്പുലറായ പുലിക്കൂട്ടത്തിന് പ്രത്യേക പുരസ്കാരം. അതൊക്കെ പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ ഉണ്ട് ഈ പുലിക്കൂട്ടങ്ങൾക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുലിക്കൂട്ടം തെരുവിലിറങ്ങി സ്വരാജ് റൗണ്ടിനെ വലം വെച്ചിങ്ങനെ നീങ്ങുമ്പോൾ അതിനെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ, അതിനെ ആരവത്തോടെ സ്വീകരിക്കാൻ, അതിന് പിന്തുണ നൽകാൻ അവരുടെ ദേശക്കാരും അവിടേക്ക് എത്തും. അങ്ങനെ ദേശക്കാരെ കൊണ്ട് നിറഞ്ഞ, പുലിക്കൂട്ടങ്ങളെ കൊണ്ട് നിറഞ്ഞ 100-300 പുലികൾ ഇങ്ങനെ നിരന്നു നിൽക്കുന്ന വ്യത്യസ്ത നിറങ്ങളിലുള്ള പുലികൾ അവരുടെ അരമണി കിലുക്കി, അവരുടെ നൃത്തച്ചുവടുകളോടെ, അവരുടെ മേളങ്ങളുടെ അകമ്പടിയോടെ, അവരുടെ ദേശക്കാരുടെ ആൾക്കൂട്ടത്തിൻ്റെ, നാട്ടുകൂട്ടത്തിൻ്റെ ആരവങ്ങളുടെ അകമ്പടിയോടെ അവരിങ്ങനെ സ്വരാജ് റൗണ്ടിനെ വിറപ്പിച്ച് അതിനെ പ്രകമ്പനം കൊള്ളിച്ച് നമ്മളുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കേരളത്തിൽ, ഇത് തൃശ്ശൂരിൻ്റെ ഇത് മാത്രം ആഘോഷമാണ്. ഇത് മറ്റൊരിടത്തും ഇത്തരം ഒരു ആഘോഷമില്ല. ഇങ്ങനെ മനുഷ്യ ശരീരത്തിൽ ഇത്തരം എഴുത്തുകളും വരകളും മുഖച്ചാർത്തുകളും അണിഞ്ഞ് ശരീരവും കൂടി ഇതിനു വേണ്ടി പരുവപ്പെടുത്തി എടുക്കുന്ന ഒരാഘോഷം ഒരു പക്ഷേ അത് വേറൊരിടത്തും ഇത്തരം ഒരു ആഘോഷം കാണാനില്ല. കടൽ കടന്നു പെരുമ ലോകമെമ്പാടും എത്തിയ പുലിക്കളി നമുക്കറിയാം. ഇത് കേരളത്തിൻ്റെ, തൃശ്ശൂരിൻ്റെ സ്വന്തം ആഘോഷമാണ്, സ്വന്തം ഓണാഘോഷമാണ്. അതിൻ്റെ പര്യവസാനം കുറിക്കുന്ന ഒരു വലിയ ചടങ്ങാണ്. അതിന് ആചാര പെരുമയൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് അതിൻ്റെ ജനകീയത, അതിന് കിട്ടുന്ന വലിയ പിന്തുണ, അതാണ് ഈ ആൾക്കൂട്ടം, ഈ നാട്ടുകൂട്ടം, ഈ ജനക്കൂട്ടം സ്വരാജ് റൗണ്ടിൽ അണിനിരന്ന 10,000-കണക്കിന് ആളുകൾ അതിൻ്റെ പിന്തുണയാണ് വിളിച്ചോതുന്നത്. നമ്മളുടെ മുന്നിലൂടെ ഇങ്ങനെ പുലിക്കൂട്ടങ്ങൾ അരമണി കിലുക്കി താളത്തോടെ മുന്നോട്ട് പോവുകയാണ്.